എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ഹാലലിയ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ഒരമ്മയും മകനും തമ്മിലുള്ള സംഭാഷണമാണ്. അമ്മയ്ക്ക് 96 വയസ്സുണ്ട്. മകൻ അമ്മയുടെ കൂടെയല്ല താമസിക്കുന്നത്, അമ്മയെ വിട്ട് ദൂരെ ബീഹാറിലൊരു മിഷണറിയാണ്. അമ്മ ടീച്ചറായിരുന്നു. മകൻ ഉന്നത വിദ്യാഭ്യാസം നേടുകയും വിദേശത്ത് ജോലി ചെയ്യുകയും ചെയ്തു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി അദ്ദേഹത്തിന് കിട്ടിയ ദർശനമനുസരിച്ച് താൻ മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി കഴിഞ്ഞ 25 വർഷമായി ബീഹാറിൽ താമസിക്കുന്നു. എല്ലാവർക്കും പരിചയമുള്ള ഡോക്ടർ എ.ബി.പി. മാത്യുവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിയ മാതാവ് 96 വയസ്സിൽ 97 വയസ്സിലേക്ക് പ്രവേശിക്കുവാൻ പോകുകയാണ്. ഈ പ്രിയ മാതാവും പുത്രനും തമ്മിലുള്ള അപൂർവമായൊരു സംഭാഷണം. അതിനകത്ത് നിരവധി സന്ദേശങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. നമ്മളെല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു സന്ദേശം. ആ സംഭാഷണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്വാഗതം ചെയ്യാം ഡോക്ടർ എ.ബി.പി. മാത്യുവിനെയും അദ്ദേഹത്തിൻ്റെ പ്രിയ മാതാവിനെയും. മമ്മി, സാരി ഉടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നോ? ചെറിയ ഹെൽപ്പും ഒരു കൊല്ലം കൂടെ 8 മാസമായി പള്ളിയിൽ പോയിട്ട്. 8 മാസമായി പള്ളിയിൽ പോയിട്ട്? പള്ളി കണ്ടിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ പോകണി പോന്നു. അത് നൈറ്റ് കിട്ടാം. സ്കൂളിൽ പോകുമ്പോ എല്ലാ ദിവസവും സാരി എടുത്തോണ്ടിരുന്നതാ? അതെ അതെ. ഇവിടെ ആർക്കണ്ടൊക്കെ രണ്ടുമൂന്നെടുത്ത് കൊടുത്തിയ സാരി. ആർക്കണ്ടെല്ലാം നമ്മള് അല്ലാതെ ഒരു വന്നവർക്കും കൊടുത്തു വസ്ത്രങ്ങള്. അത് തന്നെയാ വേറെ കൊടുത്തു. എത്ര വർഷം സ്കൂളിൽ പഠിപ്പിച്ചു? 32 ഇയേഴ്സ്. ജാനുവരി 15 ജോലി കയറി. അപ്പൊ ഒരു നമ്മുടെ രാജു പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങളെ അടിക്കുന്നതിന് വേണ്ടിയാ മറിയാമ്മ സാറിന് ശമ്പളം കിട്ടിയത്. അത് ശരിയാണോ? മറിയാമ്മ സാറ് അടിച്ചല്ലോ പൈസ പെൻഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു രാജു അങ്ങനെ മേടിച്ചോ. രാജു അടിച്ചു മേടിച്ചു. എന്റെ ഒരു സ്റ്റുഡന്റ്. അപ്പൊ ഈ മമ്മി പ്രാർത്ഥിക്കുന്നതിനെ പറ്റി, മമ്മിയുടെ ഒരു പ്രാർത്ഥനാ ജീവിതം, അതിനെപ്പറ്റി എന്താ ഒരു ഓർമ്മ? പ്രാർത്ഥനാ ജീവിതം ഇന്നും എഴുന്നേൽക്കുമ്പോൾ കിടന്നുണ്ട് മനസ്സില. ഇപ്പം ആ പൊളിച്ച് ഇങ്ങനെ പറയാൻ പറ്റും. പ്രാർത്ഥിക്കും. അത് ഉണരുമ്പോ ഒക്കെ അങ്ങനെ കിടന്നുണ്ട് എപ്പോഴും. അതിനു മുൻപ് അതിരാവിലെ എഴുന്നേറ്റ് അതിരാവിലെ 9 പാട്ട് പാടും രാവിലെ. അതിരാവിലെ പിന്നെ മനോഹരം ഉയർത്തിടും ഞാൻ എൻ്റെ കണ്ണുകൾ, സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന യേശുവൻ സങ്കേതം, പിന്നെ ഇപ്പം മധ്യാകാശ സ്വർഗീയ ആ പാട്ട് പാടും. സ്വർഗനാട്ടിലെ അതും പാടി നിർത്തും. വൈകിട്ട് ഒരു പാട്ടാണ്. ഇന്ന് പകൽ മുഴുവൻ ആ പാട്ട് വൈകിട്ട് അതേ പാടത്തു. വാവളി ചെല്ലുമ്പോ ഇതൊക്കെ മനസ്സിലാ ഇങ്ങനെ പറയാൻ വയ്യ. ഇതൊക്കെ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടാണ് അല്ലേ? അപ്പൊ എൻ്റെ ഓർമ്മയില് ഉള്ള ഒരു ചിത്രം എന്ന് പറയുന്നത്, ഞാനിങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ മമ്മി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രമുണ്ട്. പക്ഷെ ഞാൻ ഈ സുവിശേഷ വേലയ്ക്കൊക്കെ പോയി കഴിഞ്ഞൊരു 5 വർഷം പോലും ആയിട്ടില്ല ഈ ഒരു കാര്യം ഞാൻ അറിഞ്ഞിട്ട്. മമ്മിയുടെ ആ പ്രാർത്ഥനയിലെ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയായിരുന്നു, കർത്താവേ, എൻ്റെ 2 മക്കളിൽ ഒരാളെ പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നോ? ആദ്യമൊക്കെ ഞാൻ ഒരു സഭാ ശുശ്രൂഷനാക്കണമെന്ന് ഞാൻ ഓർത്തു. അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവം അതല്ല കണ്ടത്, ഒരു മിഷൻ പ്രവർത്തനത്തിലേക്ക് ദൈവം. അതിപ്പോഴും ഞാൻ ഓർക്കും. അതിനാൽ ദൈവത്തിൻ്റെ നിയോഗം അതായിരുന്നു. എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് മമ്മിയുടെ പ്രാർത്ഥനാ ജീവിതം. രാവിലെയല്ല അതിരാവിലെ എഴുന്നേറ്റ്, എനിക്ക് തോന്നുന്നു 4:30 മണിക്കോ ഒക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞ് ഈ പാത്രങ്ങളെല്ലാം കഴുകും. അത് റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞു ഈ അടുത്ത കാലം വരെ ഞങ്ങൾ പറയും, മമ്മി അങ്ങനെ ചെയ്യാതെ പറയും, എനിക്കിപ്പോൾ ആരോഗ്യമുണ്ട്, ഞാനങ്ങോട്ട് ചെയ്യട്ടെ. അതെ, അങ്ങനെ വളരെ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ്, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്ത ഒരു കാര്യം. സത്യത്തിൽ ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂവിനെ പറ്റി
സാങ്കുട്ടി പാസ്റ്റർ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഈ ഒരു ഇൻ്റർവ്യൂ അമ്മമാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ എന്നാണ്. കാരണം നമ്മുടെ തലമുറകളെ ഷെയ്പ്പ് ചെയ്യുന്നതിൽ അമ്മമാർക്കുള്ള ഒരു റോള് ഇന്ന് എനിക്കൊരു സുവിശേഷകനായിരിക്കാൻ ഇടയായതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എൻ്റെ അമ്മയാണ്. മമ്മിയുടെ പ്രാർത്ഥനയാണ് കർത്താവിനോട് വളരെ ഡെഡിക്കേറ്റഡായിട്ടുള്ള തൻ്റെ സമർപ്പിതമായ തൻ്റെ ക്രിസ്തീയ ജീവിതം. ഈ കാര്യങ്ങൾ അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെ കർത്താവിന് വേണ്ടി ഏറ്റവും പ്രയോജനപ്പെടുത്താൻ പറ്റും, അതിൽ അമ്മമാരുടെ റോൾ എന്താണ്? ചർച്ചിൽ ആരാധന എത്ര മണിക്കാ? 9:30. എത്ര മണിക്ക് അവിടെ ചെല്ലും? ഏർലി ആദ്യം ഞാനായിരിക്കും ചിലപ്പോൾ. അതെ, ചർച്ചിൽ ഏറ്റവും ആദ്യം എത്തുന്നത് മമ്മിയാണ്. 9 മണിക്ക് എങ്കിലും എത്തിയിരിക്കും. ഇവിടെ നടന്നു മതിയല്ലോ. അതെ, അപ്പോൾ വയ്യാതെ ആയപ്പോഴും ഒരു 90 വയസ്സിലും പറയും നീ എന്നെ അങ്ങോട്ടൊന്ന് വിടാമോ? ഞാൻ പറയും 9:30-ക്കല്ലേ, ഞാൻ വിടാം, 9:20 ആകട്ടെ, വേണ്ട ഞാൻ പോവുക. 8:45 ആകുമ്പോഴോ 8:30 ആകുമ്പോഴോ പുള്ളിക്കാരി നടന്നങ്ങോട്ട് പോകും. ആദ്യം പോയി അവിടെ ഇരിക്കും. ഒരിക്കൽ രാവിലെ ഞാൻ 4:30-ക്ക് വന്നപ്പം കണ്ടില്ലല്ലോ. രാവിലെ 4:30-ക്കോ 5 മണിക്കോ 5:30-ക്കോ എഴുന്നേറ്റപ്പോൾ കണ്ടില്ല. എവിടെ പോയതായിരുന്നു? ഒരിക്കലും എനിക്കുണ്ടല്ലോ, ഞാൻ നേരം ആയത് കണ്ടോ സമയം നോക്കിയല്ലോ, ഒന്നും നേരമായാലും ഞാൻ തിരിച്ചിരിക്കുന്ന മാമയുടെ പഠിക്കിട്ടുന്നു. അന്ന് പോയത് 85 വയസ്സുള്ള അമ്മച്ചി പോയത് എന്തിനായിരുന്നു? യുവജന മീറ്റിംഗ് ക്യാമ്പിന് മീൻകറി ഉണ്ടാക്കാൻ. പിന്നെ വേറൊരു ദിവസം കമലമ്മ ചേച്ചിയെ വിളിച്ചോണ്ട് പോയി. രാവിലെ തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ ആയിരുന്നു? പറഞ്ഞേടാ പള്ളിയിലോട്ട് കയറുന്നിടത്ത് കുറേ ചപ്പും ചവറും ഉണ്ടായിരുന്നു. അത് ഞാൻ കമലമ്മ ചേച്ചി ചർച്ചിലെ വിശ്വാസിയല്ല, പക്ഷെ നമ്മുടെ മമ്മിയുടെ ഏറ്റവും അടുത്ത സഹായിയാണ്. 2 പേരും കൂടെ പോയി, ആരോടും പറയാതെ. പാസ്റ്റർ അറിഞ്ഞായിരുന്നു വന്ന്? അന്നേരം അറിഞ്ഞില്ല, പാസ്റ്റർ അറിഞ്ഞ് കാണത്തില്ല. പോയി ആ ചവറെല്ലാം 2 പേരും കൂടെ, അത് 85 വയസ്സുള്ളപ്പോഴായിരിക്കും പോയി. അതൊക്കെ റിട്ടയർമെൻ്റ് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞുള്ള ഒരു കാര്യം. പിന്നെ എല്ലാ സൺഡേ സ്കൂൾ വാർഷികത്തിനും ഉണ്ട്, എല്ലാ VBS വാർഷികത്തിനും ഉണ്ട്, കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം തൊട്ട് പ്രായമുള്ളവരുടെ പ്രോഗ്രാമിന് തൊട്ട്. പിന്നെ ഏത് പാസ്റ്റർ വന്നാലും പാസ്റ്ററുടെ സൈഡാണ്. 100%. ഇന്ന് വരെ ഒരു പാസ്റ്റർക്കെതിരായിട്ടോ പല സത്യത്തിൽ സഹോദരിമാർ ഒരു വിശ്വാസിയുടെയും പണിയല്ല ഈ പാസ്റ്റർമാരെ പഠിപ്പിക്കുക. അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് എബി. കഴിഞ്ഞ ദിവസം എബി എന്നോട് പറഞ്ഞൊരു ഉദാഹരണം എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തു. എബി എന്നോട് പറഞ്ഞു, എബി ഇവിടുത്തെ SI കള്ളു കുടിച്ചിട്ട് റോഡിൽ നിന്നാലേ അയാളെ പിടിച്ച് തല്ലുക എന്നുള്ളത് നമ്മുടെ പണിയല്ല, അത് സർക്കാരുണ്ട്. അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കാൻ സർക്കാരുണ്ട്. അദ്ദേഹത്തെ നമ്മൾ കയറി എന്തെങ്കിലും പെരുമാറിയാൽ നമ്മൾ വിവരം അറിയും. സത്യമല്ലേ? അപ്പോൾ പാസ്റ്റേഴ്സിനെ ദൈവം അപ്പോയിൻ്റ് ചെയ്തിരിക്കുക. എനിക്ക് മമ്മിയുടെ നിന്ന് കിട്ടിയ ഏറ്റവും നല്ല ഒരു ലേണിങ് അതും കൂടെ. ഒരിക്കലും ഒരു പാസ്റ്റർക്ക് എതിരായിട്ട്, എന്നാൽ പലയിടത്തും, എവിടെയെടുത്താണെന്നൊന്നും ഞാൻ പലയിടത്തും സഹോദരിമാർ ഉൾപ്പെടെ ദൈവദാസന്മാർക്കെതിരെ, അവരെ കൈകാര്യം ചെയ്യാൻ ദൈവമുണ്ട്. അവരെ അല്ലെങ്കിൽ അതിന് ന്യായമായ രീതികളും ഞാൻ കണ്ടുകയറിയ വളരെ ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്ന് അതാണ്. പിന്നെ ഡിസിപ്ലിൻ, അതിരാവിലെ എഴുന്നേറ്റുള്ള പ്രാർത്ഥന. ജോൺസൺ സാമുവേൽ പാസ് ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഈയിടെ. എന്തുവായിരുന്നു അന്ന് പാസ്റ്റർ പറഞ്ഞത്? മോനെ, ഞാൻ ഷാരോൺ ചർച്ചിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ്. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇവിടെ വരുമ്പം ഞങ്ങളുടെ ഈ പൈസയൊന്നും ഇല്ല. അപ്പം മമ്മി എന്തോ ചെയ്യുമായിരുന്നാണ് പറഞ്ഞു. ശമ്പളം കിട്ടിയാൽ നേരെ പോകുന്നത് പാഴ്സനേജിലേക്കാണ്. ദശാംശം കൊടുത്തിട്ട് ബാക്കി എന്തിനും ചെലവഴിക്കത്തുള്ളൂ.
എന്നോട് പറഞ്ഞു, അന്നൊന്നും ഞങ്ങളുടെ ഈ പൈസ ഇല്ല, നിൻ്റെ അമ്മ തന്ന ആ ദശാംശം ഞങ്ങൾക്ക് വളരെ പ്രയോജനമായിരുന്നു. അന്ന് വലിയ ശമ്പളമൊന്നും ഇല്ലല്ലേ? ഞാൻ കയറിയത് 27,000 രൂപ. അന്നത്തെ 27, ഇന്നത്തെ വലിയ അന്ന് അതിന് വിലയുണ്ട്, ഇന്ന് പണത്തിന് വിലയില്ല. എത്ര ഈ പഠിക്കാനൊക്കെ പോയപ്പോൾ എത്ര ദൂരമൊക്കെ നടന്നായി TTCക്കൊക്കെ പോയത്? കണ്ടമ്പേരൂരൊക്കെ അല്ലായിരുന്നു? TTC അങ്ങോട്ട് 5 minutes നടന്നാൽ മതി, കരിയംപ്ലാവ് സ്കൂളിൽ. ആ, ചിലപ്പോഴൊക്കെ ഇവിടുന്ന് നടന്നു പോയിട്ടില്ലേ? ഞാൻ ആഴ്ചതോറും ഇവിടെ ഒരു വീക്കിൽ ആ, കൊച്ചമ്മയുടെ വീട്ടിൽ നിന്നായിരുന്നു അന്ന് പഠിച്ചത്. അപ്പൊ ആഴ്ചതോറും ഇവിടുന്ന് റാന്നി കണ്ടമ്പേരൂർ മുക്കിന വീട്, ആ. അവിടെ വരെ വെളുപ്പിനെ എഴുന്നേറ്റ് നടന്നു പോയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ തലമുറകള് നമുക്ക് ഒരു 5 മിനിറ്റ് നടക്കാൻ എന്നെ പോലുള്ളവർക്ക് വയ്യ. ബാത്റൂമിലോട്ട് വേണമെങ്കിലും മോട്ടോർ സൈക്കിൾ ഉണ്ടെങ്കിൽ പോകാമെന്നും കണ്ട ഞങ്ങളിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്ന് നടന്നുകൊണ്ടായിരുന്നു ആരോഗ്യം. മമ്മി നടന്നെന്ന് പറയുന്നത് റാന്നി എന്ന് പറയുന്നത് ഏതാണ്ട് 14 കിലോമീറ്റർ ആണ് അല്ലേ മമ്മി? 14 എങ്കിലും ഉണ്ടായിരിക്കും. ഈ 14 കിലോമീറ്റർ പഠിക്കാൻ വേണ്ടി നടക്കുകയാണ്. അങ്ങനെ അത്യധ്വാനം ചെയ്ത, ഞാൻ ഓർക്കായിരുന്നു ഇന്ന് രാവിലെ നമ്മുടെ മാതാപിതാക്കൾ എത്രമാത്രം അധ്വാനിച്ചു. മുണ്ട് വരിഞ്ഞു മുറുക്കി ഉടുത്ത്, അതായത് അവർ ഭക്ഷണം കഴിക്കാതെ നമ്മളെ ഭക്ഷണം കഴിപ്പിച്ചു. പക്ഷെ ഞങ്ങൾക്ക് പലപ്പോഴും അമ്മമാരെ കാണാൻ പോലും സമയമില്ല. ഞങ്ങളുടെ മക്കൾക്ക് അത്രയും പോലും സമയമില്ല. മമ്മി എന്നോട് എന്തോ പറഞ്ഞേ, എന്തെങ്കിലും പറയുന്നുണ്ടെ എന്നോടൊരു കാര്യം പറയല്ലേ, എന്നാലും നീ എൻ്റെ അല്ല, എൻ്റെ വയറ്റിൽ കിടന്നവനാണ്. നീ വലിയ കാര്യമൊന്നും പറയണ്ടാ, നീ എൻ്റെ വയറ്റിൽ പറഞ്ഞവനാ അല്ലേ? ഞാൻ അടുക്കള പണി ചെയ്യുന്ന കൊച്ചു ക്ലാസ്സിലെ ചെറിയ ക്ലാസ്സിന് പഠിക്കുമ്പം അന്നേരം ഞാൻ അടുക്കള കുക്കിങ്ങില് ഏർപ്പെട്ടിട്ട് അന്നേരം നിനക്ക് ഓരോ ചോദ്യം അത് ഇന്ന് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ട്യൂഷൻ പോലെ അടുക്കളയിൽ നീ അടുപ്പിന്റെ അടുത്ത് നിന്നുണ്ട്. സ്കൂളിൽ ഏറ്റവും ആദ്യം ചെല്ലുമായിരുന്നു, ചർച്ചിൽ ഏറ്റവും ആദ്യം ചെല്ലും. സ്കൂളില് 10 മണിക്കത്തെ സ്കൂളിന് എത്ര മണിക്ക് എത്തുമായിരുന്നു? ഞാൻ 9-നൊക്കെ 9 മണിക്ക് എത്തുമായിരുന്നു. രാവിലെ 4:30 മറ്റും എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി എന്നെയും കൂട്ടി നടന്ന് സ്കൂളിൽ ചെല്ലും. ബാക്കി ടീച്ചർമാരെല്ലാവരും വരുന്നത് എനിക്കറിയാം 9:30-ക്കും 10 മണിക്കും ഇടയ്ക്ക്. പക്ഷെ മമ്മി ഒരു ടീച്ചർ എന്ന് 9 മണിക്ക് ചെല്ലും. ഒരു കാര്യം പറഞ്ഞോട്ടെ, അപ്പോളാ മമ്മി തൂക്കാൻ പോകാം, തൂത്തിട്ടുണ്ട്. അതെ, സ്കൂള് ചെറിയ സ്കൂളായിരുന്നു, മാനേജ്മെന്റ്. ഇന്ന് അതൊക്കെ ടോപ്പ്, എല്ലാവരും പിള്ളേർ യൂണിഫോം ധരിച്ച് ടിപ് ടോപ്പ് വരുമ്പോൾ അവർ തൂക്കണം. പ്യൂണുണ്ട്, തൂപ്പുകാരുണ്ട്. രാവിലെ കുഞ്ഞുങ്ങളെ കൂട്ടി ആ പ്ലാവലയെല്ലാം പെറുക്കിപ്പിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. രാവിലെ പോയി വേറൊരു ടീച്ചറുടെ വീട്ടിലിരിക്കുന്ന ഗോതമ്പ് അളന്നെടുത്ത് കൊടുക്കും. ഇതൊന്നും മമ്മിയുടെ പണിയല്ല, പക്ഷെ അതെല്ലാം മമ്മി വോളണ്ടിയർ. പക്ഷെ അതെൻ്റെ ലൈഫിൽ മമ്മി വളരെ എക്സാമ്പിളായി. ഞാനും സുവിശേഷ വേലയ്ക്ക് പോയപ്പം എന്നെ ദൈവം ഏൽപ്പിച്ചു. ആ ഒരു ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞത് ഞാൻ മമ്മിയിൽ കണ്ട, ഒന്ന് ചർച്ചിൽ ഏറ്റവും ആദ്യം ചെല്ലും, 2 സ്കൂളിൽ ടീച്ചർ 9 മണിയാവും, 1 മണിക്കൂർ മുൻപ് അവിടെ ചെല്ലും. എന്തിനാ? ക്ലീൻ ചെയ്യാൻ, ഗോതമ്പ്, ഉച്ചഭക്ഷണത്തിലുള്ള ഗോതമ്പ് കൃത്യമായിട്ട് കൊടുക്കാൻ, അതിലൊരു വ്യത്യാസം വരാതിരിക്കും. അവധി എടുക്കുമായിരുന്നോ സ്കൂളിൽ? അയ്യോ, അത് പറഞ്ഞാൽ എനിക്കൊരു കാഴ്ചയില് തന്നെ നമ്മുടെ സാറ് പറയും, എന്നാ ഇത്തിരി താമസിച്ച് വന്നേച്ചാൽ മതി, പോരെ. ഒരു കാഷ്വൽ ലീവ് എടുക്കത്തില്ലായിരുന്നു. ഈ ടീച്ചർമാരുടെ സമർപ്പണം എന്ന് പറയുന്നത് ഒരു ലീവ് എടുക്കരുത്, കുഞ്ഞുങ്ങളെ കുട്ടികളെ പഠിപ്പിക്കും. പിന്നെ അന്നത്തെ നല്ല ടീച്ചർ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അടിക്കുന്ന ടീച്ചറാണ്. ഞങ്ങളുടെ ഒരു ഏയോ പറഞ്ഞ് അടിക്കണം. പണ്ടൊക്കെ ഏയോ വരുന്ന കേട്ടോണ്ട് വടിയൊക്കെ ഉണ്ട് എടുത്ത് പാത്തുമൊക്കെ വെക്കും. നമ്മുടെ പ്രൊഫസർ സണ്ണി മാത്യൂസ് CMS കോളേജിൽ പഠിപ്പിച്ച് അമേരിക്കയിൽ ചെന്നപ്പോൾ അദ്ദേഹം പറയാ, ഇവിടാണേ സാറേ സാറേ സാറേ. അവിടെ ചെന്നപ്പം ഹലോ മാത്യു, പുള്ളി ഞെട്ടിപ്പോയി. ഹൈസ്കൂളിലെ സ്റ്റുഡൻസ് വിളിക്കുക. അതുകൊണ്ട് എന്താ പ്രശ്നം?
പല രാജ്യങ്ങൾക്കും ആണേതാ പെണ്ണേതാന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. മാതൃക കേരളം വളരെ, ഞങ്ങളുടെ സ്കൂളുണ്ടല്ലോ ഈ ഉപജില്ലയിൽ 2ാം സ്ഥാനമായിരുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ കാര്യം ഞങ്ങളുടെ സ്കൂള്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ലേഡീസ് ആയിരുന്നു ടീച്ചേഴ്സ്. പുരുഷന്മാർക്ക് കൊച്ചു പിള്ളേരെ അത്രയും സ്വാധീനിക്കാനുള്ളൊരു അതൊരു അങ്ങനെ. അതെ, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, ടീച്ചേഴ്സിനെ ബഹുമാനിക്കുക, ഇതൊക്കെ സത്യത്തിലൊരു വീടിൻ്റെ. കഴിഞ്ഞ ദിവസം എന്നൊരാൾ പറയാ, മോൻ മേളിലിരുന്ന് താഴെ അപ്പന് വിളിച്ച് സംസാരിക്കത്തില്ല, മൊബൈൽ ഫോണാണ്, എനിക്ക് പൈസ വേണം. അപ്പോൾ അപ്പൻ എന്ത് ചെയ്തു, ഇവിടുന്ന് ATM പോയിട്ട് അവിടുന്ന് മോന് പൈസ അയക്കുക, സംസാരമില്ല. ഇവിടെ അപ്പനും ഫ്രണ്ടും കൂടി ഇരിക്കുക, മോൻ അതിലേ വന്ന് കയറി മേളിലോട്ട് പോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, ഇന്ന് പല രാജ്യങ്ങളിലും സംഭവിച്ചത് പറയാൻ നമ്മുടെ ഹൃദയം തകർക്കുന്ന ലജ്ജാകരമായ, അതായത് ഒന്ന്, വിവാഹം വേണ്ട, ലിവിങ് ടുഗദർ. വിവാഹം ഉണ്ടെങ്കിൽ തന്നെ മക്കൾ വേണ്ട. ഒരു ടീച്ചർ എന്നോട് പറഞ്ഞു, എനിക്ക് ഷീ എന്നും പറയാൻ പറ്റത്തില്ല, ഹീ എന്നും പറയാൻ പറ്റില്ല, ഇറ്റെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം അന്ന് രാവിലെ ആ ഇറ്റ് നിശ്ചയിക്കുന്ന ഇന്ന് ഞാൻ ആണാണോ ഇന്ന് ഞാൻ പെണ്ണാണോ. എന്താ ഇതിൻ്റെ കാരണം? എനിക്ക് മനസ്സിലാകുന്നത്, നമ്മുടെ അമ്മയപ്പന്മാരെ, ദൈവദാസന്മാരെ, ദൈവവചനത്തെ, നമ്മുടെ ഗുരുക്കന്മാരെ, ടീച്ചേഴ്സിനെയൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം, ദൈവവചനത്തിന് കൊടുക്കേണ്ട ബഹുമാനം, ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതിരിക്കുമ്പോൾ തല തിരിഞ്ഞു പോവുക. ലോകത്തിൽ എന്താ ഏറ്റവും ആദ്യം ഒരാളെ കണ്ട്, ഇതൊരു സ്ത്രീയാ, ഇതൊരു പുരുഷനാ, ആർക്കും മനസ്സിലാവും. പക്ഷെ അത് മനസ്സിലാകാത്ത ദേശങ്ങൾ, ദൈവത്തെ. അതെ, മമ്മിയൊക്കെ ഭർത്താവക്കാരായിരുന്നു. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട്, അവധിക്ക് പോകുന്നുണ്ടെങ്കിൽ അപ്പച്ചനും അമ്മച്ചിയും രാവിലെ രാത്രി എന്നും പ്രാർത്ഥന ഉണ്ടായിരുന്നില്ലേ? എൻ്റെ അപ്പച്ചന് വന്ന് ഒരു ചെറിയ വ്യാപാരിയായിരുന്നു. എപ്പോൾ വന്നാലും ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചേ കിടക്കത്തു. സ്കൂളിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഞങ്ങളുടെ രാവിലെ അസംബ്ലി പോലുണ്ട്. അപ്പം എന്നോട് പ്രാർത്ഥിക്കാൻ പറയും. ഇച്ചിരി സമയം നീട്ടി പ്രാർത്ഥിച്ചാൽ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സ് അല്ലേ അച്ഛമ്മ. മമ്മി കർത്താവിനെ അല്പം കൂടെ ഡീപ്പായിട്ട് അറിഞ്ഞു, കർത്താവിലേക്ക് വന്നു, സ്നാനം സത്യമാണെന്ന് മനസ്സിലായി. മമ്മി സ്നാനപ്പെട്ടു, പപ്പായും സ്നാനപ്പെട്ടു. അപ്പോൾ മമ്മി ഈ മാലയും കമ്മലും ഒക്കെ മാറ്റി. അപ്പം കുറേ ബുദ്ധിമുട്ടുണ്ടായില്ലേ? ബുദ്ധിമുട്ടൊന്നും എനിക്കൊന്നും. ഇപ്പം കൂട്ടുകാരെന്നെ വന്ന് പൊറോട്ട എല്ലാം കാത് വരച്ച്. അതെ, പക്ഷെ ദൈവം എന്റെ നിന്നിച്ചോരെ വർണ്ണിക്കും. അങ്ങനൊരു അനുഭവം ഞാൻ പലപ്പോഴും അന്ന് നിന്നിച്ചു. ഇപ്പം എൻ്റെ ഏറ്റവും അടുത്ത ഒരാള്, മമ്മിയുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ് എന്നോട് പറഞ്ഞു, എടാ നീ ഇങ്ങനൊക്കെ കർത്താവിനെ അധികം അറിഞ്ഞപ്പോൾ മമ്മിക്ക് മനസ്സിലായ കാര്യങ്ങൾ ചെയ്തു. പറഞ്ഞു, നിനക്ക് നല്ല കല്യാണമൊന്നും നടക്കത്തില്ല കേട്ടോ, പക്ഷെ അതെല്ലാം ദൈവം ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കർത്താവിടെയാക്കി. മമ്മിയുടെ ടൈത്ത് ഗീവിങ് ഞാനിങ്ങനെ ഓർത്തു. മമ്മിക്ക് കിട്ടിയ 27 രൂപ ഇന്ന് ടൈത്ത് കൊടുത്തു. അത് കൂടി, ഇപ്പം അതിലും കൂടി. പെൻഷനൊക്കെ വെച്ചിട്ടുണ്ടോ? കിട്ടുന്നുടനെ വെച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ എല്ലാവരും അത് അന്നു ഹോസ്പിറ്റലിൽ പോകണമല്ലോ, ഇല്ലല്ല. അപ്പൊ അതിനു വേണ്ടി ഒന്ന് വെക്കാതിരിക്കല. വായ്പ മേടിച്ചിട്ടുമുണ്ട് അധികം. ചിലപ്പം ഒരിക്കലുണ്ടല്ലോ, ഞായറാഴ്ച എനിക്ക് പൈസ വേണം എന്ന് കൊടുക്കും. അപ്പൊ ഈ ഡെയിലി ചിട്ടിയുള്ളത് നമ്മുടെ തമ്പി ഉണ്ടല്ലോ കോഴിത്തോട്ട്, അവിടെ ചെന്നു വാങ്ങിച്ചുകൊണ്ട് വന്നു. അല്ലെ തന്നു. എനിക്ക് പെൻഷൻ ഇതുള്ളൂ കൊടുത്തു. എനിക്ക് പറയാം, നിനക്കൊരു എന്തോ ഇരിക്കട്ടെ, ഒരു കൈമടക്ക്. നിനക്കൊരു കൈമടക്ക് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് എനിക്ക് ചിലപ്പോൾ ഒരു 500 രൂപ 1000 രൂപ തരും. ഇന്നലെ മമ്മി എൻ്റെ കയ്യിലൊരു ചെക്ക് തന്നു. എന്നോട് പറഞ്ഞടാ, ഒരു 5 ലക്ഷം രൂപയുണ്ട്, അത് മിഷന് വേണ്ടിയാ, അത് എൻ്റെ കാലം കഴിഞ്ഞ് നീ അങ്ങ് എടുത്തു. ഞാൻ പറഞ്ഞു, എന്തിനാ കാലം കഴിഞ്ഞിട്ട് എടുക്കുന്നേ? ഇപ്പൊ കാലത്തങ്ങ് കൊടുക്ക്.
ഇന്നലെ എൻ്റെ 2 ലക്ഷം രൂപയുടെ ചെക്ക് അത് എനിക്കല്ല. ഞാൻ ചോദിച്ചത് എനിക്കാണോ? പറഞ്ഞില്ല, നിനക്കല്ല, ഇത് മിഷനാണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തൻ്റെ പെൻഷനും ഒക്കെ തനിക്ക് ദൈവം നൽകിയതിൽ നിന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാനൊന്നും തന്നിട്ടില്ലല്ലേ, മേടിച്ചിട്ടേ ഉള്ളൂ. എനിക്കുണ്ടല്ലോ. അതെ, എൻ്റെ മമ്മിക്ക്, എൻ്റെ മാതാവിന് ഞാൻ പൈസയായിട്ട് എപ്പോഴെങ്കിലും ഞാൻ ഗൾഫിൽ ജോലി ചെയ്ത സമയത്ത് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ട്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല. പക്ഷേ എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പോകുമ്പോഴൊക്കെ എൻ്റെ കയ്യിലേക്ക് അത് പ്രത്യേകം പറയും, ഇത് മിഷനാകട്ടോ, ഇത് മിഷന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് തരുന്ന എൻ്റെ മാതാവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? സ്കൂൾ ജീവിതം എനിക്ക് സന്തോഷമായിരുന്നു. സ്കൂൾ ജീവിതം സന്തോഷമായിരുന്നു. ഒരു ദിവസം പോലും ഞാൻ ലേറ്റ് ആയിട്ടില്ല. ഒരു ദിവസം പോലും ലേറ്റ് ആയി. ആരാധനയ്ക്ക് പോകുന്നിടത്തോ അങ്ങനെ തന്നെ ഉപ്പും തിന്ന് ഉച്ചയ്ക്ക്. എനിക്കൊരു സ്ഥലത്തെ പറ്റി അറിയാം, സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയത്തില്ല. അവിടെ ഒരു ദിവസം പോലും ആരും സമയത്തിന് വരത്തില്ല. അവർ 1 മാസം മുമ്പേ സൈൻ അങ്ങിടും. അത് കള്ളത്തരം. ഉപ്പും തിന്ന് ഉച്ചയ്ക്ക് വന്ന പരിപാടി എനിക്കില്ല. എന്താ പറഞ്ഞേ? ഉപ്പും തിന്ന് ഉച്ചയ്ക്കെന്നേ. അതിന്റെ അർത്ഥം എന്തുവാ? രാവിലെ പോകേണ്ട നേരത്തെ ചെല്ലുകയില്ല. അങ്ങനെ ഒരു പ്രൈസാ ഉപ്പും തിന്ന് ഉച്ചയ്ക്ക്. അല്ല 10 മണിക്കൊന്നും ഞാൻ 10 ചിലപ്പോൾ നമ്മുടെ ജാതകത്തിൽ പേഴ്സണലായിട്ട് പറയാം, ഒത്തിരി ദൂരെ നിന്ന് വരുന്ന പോലെ ഇങ്ങോട്ട് വരുന്ന കയറും കണ്ടാണ്. മമ്മിയുടെ ഒരു ഏറ്റവും നല്ല മറ്റൊരു ഗുണം എന്നെ സ്വാധീനിച്ചത്, മമ്മി എന്നെയും കൊണ്ട് മുപ്പുറത്ത് വേറൊരു ഡോക്ടർ സാറിൻ്റെ അമ്മയുടെ വീട്ടിൽ, ഇതൊക്കെ മമ്മിയുടെ റിലേറ്റീവ്സാണ്, കസിന. അതായത് മമ്മിയുടെ കസിനാണ് അമേരിക്കയിലെ ഏറ്റവും, അതായത് ഹെഡേക്കുമായി ബന്ധപ്പെട്ട റിസർച്ചിൻ്റെ അമേരിക്കയിലെ ബെസ്റ്റ് ഡോക്ടർ. പേര് ഓർക്കുന്നുണ്ടോ? തമ്പിമോൻ മമ്മിയുടെ കസിനാണ്. പിന്നെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെയ്ത ഡോക്ടർ ചാണ്ടി അമ്മയുടെ കസിനാണ്, മല്ലപ്പള്ളി. ഈ മമ്മി മല്ലപ്പള്ളിക്കാരിയാണ്. സത്യത്തിൽ ഞങ്ങള് മാളിയേക്കൽ മാരാമ, മമ്മി ടീച്ചർ ആയതുകൊണ്ട് ഇവിടെ വന്നു. പക്ഷെ ഈ മല്ലപ്പള്ളിയെ ഓർക്കുമ്പോൾ, ഞാൻ ഇന്ന് രാവിലെ ഈ ഇന്റർവ്യൂവിനെ പറ്റി ഓർത്തപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. കാരണം ഈ മല്ലപ്പള്ളി അറിയപ്പെടുന്നത് BA-ക്കാരുടെ നാടെന്നാണ്, അല്ലേ മമ്മി? വിദ്യാഭ്യാസത്തിൽ ഇതെങ്ങനെ സംഭവിച്ചു? CMS സ്കൂള് ഈ പ്രദേശത്തെ, വലിയ ഒരു പ്രദേശത്തെ ഒന്നാമത്തെ സ്കൂള്. ഇതാര് തുടങ്ങി? മിഷനറിമാർ തുടങ്ങി. ആദ്യത്തെ VBS എവിടെ നടത്തി? ഈ മല്ലപ്പള്ളിയിൽ നടന്നു. ആദ്യത്തെ സൺഡേ സ്കൂൾ എവിടെയാണ്? ഈ മല്ലപ്പള്ളിയിൽ തുടങ്ങി. ആദ്യത്തെ സ്കൂൾ പള്ളിക്കൂടം എവിടെയാ? ഈ മല്ലപ്പള്ളിയിൽ തുടങ്ങി, പരിയാരത്ത്. ഇതെല്ലാം ആരാ തുടങ്ങിയത്? സുവിശേഷകർ. സത്യത്തിൽ റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. നാടും വീടും സുഖ സൗകര്യങ്ങളും വിട്ട്, ദേശം വിട്ട്. മമ്മി, ഞാൻ CMS മാത്തനാശുപത്രിയുടെ അടുത്തുള്ള ആ പള്ളി അവിടെ ചെന്നപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന പേര് ബെഞ്ചമിൻ ബെയ്ലിയുടേതാണ്. ബെഞ്ചമിൻ ബെയ്ലി അദ്ദേഹം തൻ്റെ നാടും വീടും വിട്ട് കോട്ടയത്ത് വന്നു ബൈബിള് പരിഭാഷപ്പെടുത്താൻ. തൻ്റെ 2 കുഞ്ഞുങ്ങൾ കോട്ടയത്ത് മരിച്ചു. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ, എനിക്ക് മമ്മിയോടുള്ള ഏറ്റവും വലിയൊരു സന്തോഷം, മമ്മിയുടെ ആ പ്രാർത്ഥന എന്നെ ഒരു സുവിശേഷകനാക്കി. ഈ നാട് സുവിശേഷകരുടെ കാല് പതിഞ്ഞ ആദ്യത്തെ സൺഡേ സ്കൂൾ, ആദ്യത്തെ VBS, ആദ്യത്തെ പള്ളിക്കൂടം. ഈ പള്ളിക്കൂടം എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ തന്നതാവുമ്പോൾ ഞങ്ങളവിടെ 150 പള്ളിക്കൂടം നടത്തുന്നുണ്ട് ബീഹാറിൽ. ഈ പള്ളിക്കൂടം എന്നുള്ള ചിന്തയാണ് ദൈവം എൻ്റെ മനസ്സിൽ. പള്ളിക്കൂടം
ദൈവവചനവും അക്ഷരങ്ങളും. ഈയിടെ ഒരു കുഞ്ഞ് ഞങ്ങളുടെ അവിടെ വന്നു, ഒരു പേരൻ്റ്, ഞാൻ ചോദിച്ചു കൈസാ ഹേ ബച്ചാ, 8 വയസ്സുണ്ട് മോന്. അപ്പോഴാണ് സ്കൂളിൽ വരാൻ തുടങ്ങുന്നത്, അക്ഷരം പഠിക്കുക. അപ്പം അമ്മ പറയാ എൻ്റെ മോന് നല്ല വ്യത്യാസമുണ്ട്. ഞാൻ എന്തോ വ്യത്യാസം? അവനിപ്പം പല്ല് തേക്കാൻ തുടങ്ങിയത്. 8 വയസ്സുണ്ട്. നമ്മൾ പഠിപ്പിച്ചാലല്ലേ അവർ പഠിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ നാടിനെ ഇത്ര സുന്ദരമാക്കിയത്, ഈ നാടിനെ ഇത്ര സുന്ദരമാക്കിയത് കുക്കു സാഹിബും ബെഞ്ചമിൻ ബെയ്ലിയും, എത്രയോ ദൈവദാസന്മാർ അവരുടെ നാട് വിട്ടു. അപ്പം എൻ്റെ പ്രാർത്ഥന മമ്മിയെപ്പോലെ അനേക അമ്മമാരുണ്ടാകണം. കർത്താവേ, എൻ്റെ മോനെ ഡോക്ടറാക്കി നല്ലൊരു ഹോസ്പിറ്റലിൽ എന്നതിനപ്പുറം എൻ്റെ മകനെ ഒരു മിഷനറി ഡോക്ടറാക്കണേ, എൻ്റെ മകനെ ഒരു മിഷനറി ആക്കണേ, ഒരു മിഷനറി ടീച്ചറാക്കണേ, അന്ധകാരത്തിൽ പ്രകാശിക്കുന്ന ഒരു കൊച്ചു വിളക്കെങ്കിലും ആക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടാകണം. അല്ലേ അമ്മി? അതെ. ഞാൻ സുവിശേഷകനായി പോയത് വിഷമമുണ്ടോ? ഞാൻ പിന്നെ പ്രാർത്ഥിക്കും. പക്ഷെ അത് ഏറ്റവും നല്ല ധനം. ഞാൻ എൻ്റെ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു, വലിയ കാറോ 10 ഏക്കർ സ്ഥലമോ പിന്നെ PhD MHD എന്തോ HD ഒക്കെ കിട്ടിയാലും ദൈവമില്ലെങ്കിൽ ദൈവത്തെ അറിയാതെ ധനം അതാ. അതിപ്പോഴും ഞാൻ പറയുന്ന കാര്യം. അവിടെ ഇരുന്നോട് എനിക്കൊരു വലിയ കാറുണ്ട്, എന്തുവാ സന്തോഷിക്കാൻ വകയുണ്ട്. ഇല്ലേ, ഇപ്പം തിരുവനന്തപുരത്ത് വേണം ഇവിടെ നടന്നു പോകാൻ നോക്കുമോ? ദൈവം അതെല്ലാം തന്നു. സുവിശേഷമൊക്കെ പ്രവർത്തനത്തിന് ആവശ്യമുള്ള വഴികളൊക്കെ വാഹനം തന്നു, അതിനുള്ള മറ്റു മാർഗങ്ങളൊക്കെ തന്നു. അതൊക്കെ ദൈവത്തിൻ്റെ. മമ്മി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തതുകൊണ്ട് ദൈവം ചെയ്തൊരു കാര്യം ഇന്ന് എന്നെ ദൈവാത്മാവ് ഓർമ്മിപ്പിച്ചതാണ്. ഞങ്ങൾ ആ സുവിശേഷ വേലയ്ക്ക് പോയിട്ട് പ്രീതി ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് ദൈവാത്മാവ് ഒരു പ്രേരണ, മോനെ നീ എന്നിൽ ആശ്രയിക്കും, നിന്റെ കാര്യമൊക്കെ ഞാൻ നടത്താം. ഈ 25 വർഷവും ദൈവം നേരിട്ട് ദൈവദാസന്മാരിലൂടെ ദൈവസഭകളിലൂടെ നമ്മൾ ചോദിക്കാതെ ദൈവം നടത്തി. അപ്പം മമ്മി കർത്താവ് നൽകിയത് കർത്താവിൻ്റെ വേലയ്ക്ക് പങ്കുവെച്ചപ്പോൾ കർത്താവ് നമ്മുടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അത്ഭുതകരമായി കാര്യങ്ങൾ ചെയ്യും. അപ്പം ഇതെല്ലാം വിതയ്ക്കലാണ്. നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി അതാണ് യഥാർത്ഥ നിക്ഷേപം. ഒരു പാട്ടുണ്ട്, എൻ്റെ നിക്ഷേപം നീ അല്ലയോ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെ. ഞാൻ ഇപ്പോഴും എൻ്റെ ദൈവദാസന്മാർക്ക് കൊടുത്തു വിടും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒന്ന് വന്നപ്പോൾ നീ ഇവിടെ ഇരുന്നപ്പോഴല്ലേ പറഞ്ഞു ഇനി അടുത്ത ആഴ്ച ഒന്നുകൂടെ വരണമെന്ന് പറഞ്ഞത് കൊണ്ട് അത് ഉദ്ദേശിച്ചാണ് പറഞ്ഞു. എൻ്റെ പെൻഷൻ കിട്ടുമ്പോൾ. അതെ, എൻ്റെ മനസ്സിലോട്ട് വന്നത് ഞാനിപ്പോൾ പ്രീതിയോട് പറഞ്ഞു. പ്രീതി ഒരു സീനിയർ ഓഫീസറാണ്, ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ് നാബാർഡിൽ. ഞാൻ പ്രീതിയോട് പറഞ്ഞു, പ്രീതി അവധിയെടുക്കുക. പ്രീതിയുടെ മാതാവിന് പാർക്കിൻസൺസ് ആണ്. എത്രമാത്രം അധ്വാനിച്ചു. ഇവർ 2 പേരാണ്. മമ്മി, പ്രീതി പറയും എനിക്ക് പുട്ട് വേണം, പ്രിയ പറയും എനിക്ക് ദോശ വേണം. അമ്മ 4 മണിക്ക് എഴുന്നേറ്റ് ഒരാൾക്ക് പുട്ട് ഒരാൾക്ക് ദോശ. പുട്ട് പഴം കൊണ്ട് ഇളക്കി വായിലോട്ട് വിടും. ഇത്രയും നോക്കിയ അമ്മ കഷ്ടപ്പെടുമ്പം ഡാഡി മാത്രമാണോ നോക്കണ്ടേ? ഞാൻ പറഞ്ഞു അവധിയെടുക്കും, ശമ്പളം വേണ്ട, അമ്മയെ നോക്കണ്ടപ്പോൾ. ആ സമയത്തായിരുന്നു മമ്മിക്ക് എഴുന്നേക്കാൻ പോലും വയ്യായിരുന്നു. അനേകർ പ്രാർത്ഥിച്ചു, മമ്മിക്ക് ഇത്രയും നടക്കാനൊരു കൃപ കർത്താവ് തന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം, നമ്മുടെ പേരൻസിനെ നമുക്ക് എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ അവരെ കാണണം. അയ്യോ എനിക്ക് സമയമില്ല. ഒരാൾ പറയാ അവൻ്റെ അപ്പൻ വയ്യ, അപ്പന് ക്യാൻസർ, അമ്മയ്ക്ക് ഡിപ്രഷൻ. അവൻ പറയാ എനിക്ക് വരണമെന്നുണ്ട്, പക്ഷെ എൻ്റെ മോനെ നേഴ്സറി കൊണ്ട് വിടണേ, ഞാൻ പോകണമെന്ന്. അവൻ അതാ ഇഷ്ടം. ഇവനെ മമ്മി പറഞ്ഞ പോലെ 9 മാസം വയറ്റി ചുമന്ന അമ്മയ്ക്ക് വയ്യ, അപ്പന് വയ്യ, അവരെ കാണാം, അവൻ മോന് നേഴ്സറിയിൽ. നോ. നമ്മുടെ പേരൻസിനെ
അവരെ കേൾക്കണം. ഇല്ല, എന്ത് കഥകളുണ്ട്, ആ കഥകളൊക്കെ ഒന്ന് കേൾക്കാൻ അല്പം സമയം, അത് അവർക്കൊരു റിലാക്സിങ് ആണ്, നമുക്കൊത്തിരി പ്രയോജനമാണ്. പിന്നെ ഇന്നലെ എൻ്റെ കൂട്ടുകാർ വന്നപ്പോൾ എന്തോ അവിടെ തന്നത് മമ്മിക്ക്? ഹോർലിക്സ്, പിന്നെ റസ്കിന് എത്ര രൂപയാ 1 കിലോ? 500 രൂപയാണോ? കണ്ടോ, മമ്മിക്ക് റസ്ക് മതി. രാവിലെ 6:30 റസ്ക് കഴിക്കും അല്ലേ? 6-ന് ഒരു ടാബ്ലറ്റ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞ് 2 റസ്ക്. അപ്പോൾ ഒരു റസ്കിന് എത്ര രൂപയുണ്ട്? 50 രൂപയോ? അത്രയൊക്കെ ഉള്ളല്ലോ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്നും അത് മമ്മി പറയടാ, നിന്റെ കൂട്ടുകാരൻ വന്നായിരുന്നു കേട്ടോ, റസ്ക് കൊണ്ട തന്നു, എന്തൊക്കെയോ കൊണ്ട തന്നു, റസ്കാ. അതായത് നമ്മുടെ പേരൻസിനെ കാണുക, നമ്മുടെ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ കാണുക, അവരോടൊപ്പം അല്പം സമയം ചിലവഴിക്കുക, അവർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്നൊന്ന് അറിഞ്ഞിട്ട്. അവർക്ക് റസ്ക് മതി, വലിയ കാര്യമൊന്നും വേണ്ട. ഈ സാരി ഒന്ന് ഉടുപ്പിക്കാൻ വന്ന പാട്, അതെ, അവർക്ക് അങ്ങനെ വലിയ കാര്യമൊന്നും വേണ്ട, സാരി ഒന്നും വേണ്ട അവർക്ക്. നമ്മുടെ ഒരു സ്നേഹം, നമ്മൾ അവരുടെ നഖം ഒന്ന് വെട്ടിക്കൊടുക്കുക, അവരുടെ മുഖത്ത് പുറത്തൊന്ന് തിരുമ്മി കൊടുക്കുക, അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി. ഇന്ന് മമ്മിക്ക് മനസ്സിലാണ് മമ്മി പാട്ട് പാടുന്നത്, അല്ലേ 9 പാട്ട് ഇരുന്ന് പാടുമായിരുന്നു. ഒരു പാട്ടൊന്ന് പാടിക്കൊടുക്കുക, ദൈവത്തിനൊന്ന് വായിച്ച് കേൾപ്പിക്കുക. പിന്നെ വേറൊരു കാര്യം, അനേകരും മമ്മി സമയമാകുമ്പം അപ്പച്ചനെ അമ്മച്ചിയെ അല്ല, അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും പ്രോപ്പർട്ടിക്ക് വേണ്ടി വഴക്കാം. സഹോദരങ്ങൾ നമ്മൾ മിണ്ടാതെ എത്രയോ പേരുണ്ടല്ലേ. 1/2 സെന്റ് അവൻ എന്തിനാ കൂടുതൽ കൊടുത്തേ? അവർക്ക് എന്തിനാ കൂടുതൽ കൊടുത്തേ? അപ്പൊ അങ്ങനെ അവരെ വിഷമിപ്പിക്കാതിരിക്കുക. കൂടുതൽ കുട്ടിയാ കിട്ടട്ടെ, ആരും ഒന്നും കൊണ്ടുപോകുന്നില്ലേ, അല്ലേ അമ്മി? പണ്ട് മായാദാസിന്റെ കഥ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ആ, എല്ലാം സ്വർണ്ണമാകണമെന്ന് മായാദാസ് രാജാവാണ്. തൊടുന്ന എല്ലാം സ്വർണ്ണമാകണം, പൊന്നാകണം. അങ്ങനെ വരം ചോദിച്ചു ദേവതയോട്, ദൈവം വരം കൊടുത്തു. അപ്പോഴുണ്ടല്ലോ ഒരു പഴം രാവിലെ എടുത്ത് കഴിക്കാൻ, അതൊരു സ്വർണ്ണക്കണ്ട. വരം കൊടുത്ത എല്ലാം സ്വർണ്ണ വേണം. അത് കഴിഞ്ഞ് ആ ഓമനമോൾ ഇങ്ങോട്ട് വന്നപ്പോ ഒന്ന് പിടിച്ചപ്പോ ഒരു സ്വർണ്ണ ബിംബം. അപ്പോഴാ ഇത് സ്വർണത്തിന്റെ വില എന്തുവാന്ന് മനസ്സിലായില്ല, വെറും മഞ്ഞ മണ്ണ്. 2ാം ക്ലാസ്സിൽ ഞങ്ങളെ മലയാളം പഠിപ്പിച്ചപ്പം പഠിച്ചൊരു മാതൃകാ പാഠമായിട്ടാണ്. ഇതൊക്കെ കവികളുടെ ഭാവനയെന്ന് എഴുതുന്നതാ, എല്ലാ സംഭവമല്ല ഭാവന. അപ്പോഴാണ് എല്ലാം മഞ്ഞ മണ്ണ്. വീണ്ടും പ്രാർത്ഥിച്ചു, അല്ല ഇത് വരം ചോദിച്ചു, പൂർവ്വസ്ഥിതിയിലാക്കി. അപ്പോൾ ആ രാജാവിന് മനസ്സിലായി സ്വർണത്തിന്റെ വില ഇത്രയേ ഉള്ളൂ. മനുഷ്യനാണ് വില, ദൈവത്തിനാണ്. ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുത്താൽ അതാണ് ഏറ്റവും വലിയ കാര്യം. സോ അതെ, ഇങ്ങനെ ഒരു മാതാവിനാൽ വളർത്തപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും എൻ്റെ സുവിശേഷ വേലയിൽ ഏറ്റവും വലിയ അനുഗ്രഹവും. വളരെ അത്യധ്വാനിയായൊരു സ്ത്രീ ആയിരുന്നു എൻ്റെ ഈ എൻ്റെ മാതാവ്. ഞാനൊരിക്കൽ ഡോക്ടറോട് പറയട്ടെ, ഒരു ഡോക്ടർ എനിക്ക് എന്തുവാ അസുഖമായി മാതൃരാജ്യത്തിലായിരിക്കും അല്ലേ, ഞാൻ ഡിസ്ചാർജ് ആയി നിൽക്കുമ്പം അവിടുത്തെ നേഴ്സസിന് അവർക്ക് എന്നോട് വലിയ കാര്യമായിരുന്നു, ആ സിസ്റ്റേഴ്സിനൊക്കെ. അമ്മച്ചി ഒരു ഡോക്ടർ വരുന്ന ഗസ്റ്റ് റാമിന്ന് വരും, അദ്ദേഹം കൂടെ ഒന്ന് നോക്കട്ടെ അമ്മച്ചിന്ന്. അദ്ദേഹം നോക്കി. അത് കഴിഞ്ഞ് അദ്ദേഹം പോകാൻ ധൃതി പിടിച്ചില്ല. ഞാൻ സാധാരണ നിങ്ങളോട് പറയുന്ന പോലെ, ഡോക്ടറെ ഞാൻ ആളി വലിയ വലിപ്പമില്ലെങ്കിലും ഇങ്ങനെ തന്നെ ആ സെൻറ്റൻസാണ്. ഞാൻ ഒത്തിരി ജോലി ചെയ്ത. അതിനെന്നാ അമ്മച്ചിക്ക് ഇപ്പോഴും ഒരു കുഴപ്പമില്ലല്ലോ, 30-കാരൻ്റെ ഹാർട്ടില്ല. അതെൻ്റെ സ്നേഹമോളിപ്പോൾ എന്നോട് വല്ലതും പറയാ, ഡോക്ടർ പറഞ്ഞില്ല അന്ന് 30-കാരൻ. ഞങ്ങൾ 2 പേര് മക്കള്, എൻ്റെ ചേട്ടൻ ലാൽ മാത്യു. അപ്പോൾ ഈ ചെറുപ്പത്തിൽ മുട്ടായി തിന്നാനൊക്കെ മമ്മിയുടെ കയ്യിൽ നിന്ന് ചില പൈസയൊക്കെ എടുക്കുവാനെന്ന് തോന്നില്ലേ? നീ അല്ല, മറ്റേ ഡ്രോയർ ഉണ്ടപ്പം ഒരെണ്ണത്തിന് ഞാൻ കൂട്ടുകൂടാ വെച്ചിരുന്ന പൈസ ഉണ്ട്. ഞാൻ ചോദിക്കാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ചിന്തിച്ചേയില്ല. അപ്പോൾ ഉണ്ടല്ലോ ഒരെണ്ണത്തിൽ, അപ്പോൾ ഇതിനകത്ത് ഇട്ടൊരു മറ്റേ ഡ്രോയിലിട്ട് അവരാ ഈയിടെ ഞാൻ ചിലപ്പോൾ ഇതൊക്കെ ഓർത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ
ഞങ്ങൾക്ക് രണ്ടുപേർക്കും. എൻ്റെ സഹോദരൻ, ഞാൻ സുവിശേഷ വേലയ്ക്ക് പോയപ്പോൾ എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ഒരു കാര്യവും നീ വീട്ടിൽ ചെയ്യരുത്, എല്ലാ കാര്യവും മാതാവിന് വേണ്ടി സഹോദരൻ, അവരുടെ കുടുംബം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഞങ്ങളിവിടെ വരുന്നു, താമസിക്കുന്നു, പോകുന്നു. ഞാൻ ഒരു കഴിഞ്ഞ ദിവസം എന്നോട് ഡോക്ടർ ഫിലിപ്പ്, ബിലീവേഴ്സ് ഹോസ്പിറ്റലിലെ ഞങ്ങളുടെ അടുത്ത സുഹൃത്തായ ഡോക്ടർ ഫിലിപ്പ് ഫിന്നി പറഞ്ഞൊരു കാര്യം കൂടെ പറഞ്ഞ്, അമ്മയ്ക്കറിയാം ഡോക്ടർ ഫിലിപ്പ് ഫിന്നിയെ അറിയാമോ? PM ഫിലിപ്പ് അപ്പച്ചൻ്റെ കൊച്ചുമോൻ പറഞ്ഞു. അദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ 10ാം ക്ലാസ് 2ാം റാങ്ക് ആയിരുന്നു. അപ്പോൾ വലിയ സന്തോഷത്തിൽ വന്നിട്ട് പറഞ്ഞു, അമ്മച്ചി എനിക്ക് 2ാം റാങ്ക്. PM ഫിലിപ്പ് അപ്പച്ചൻ്റെ വൈഫിനോട് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറയാ, മോനെ നല്ല കാര്യം, പക്ഷേ നിനക്ക് സ്വർഗത്തിൽ റാങ്ക്. അപ്പോൾ പറഞ്ഞു, അന്നേരം ഞാൻ ഓർത്തു, അയ്യോ എനിക്ക് ഇത്രയും വലിയ റാങ്ക് കിട്ടിയിട്ട് അമ്മച്ചിക്ക് സന്തോഷം. അപ്പോൾ പറഞ്ഞു, പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി, യഥാർത്ഥ റാങ്ക് കിട്ടേണ്ടത് സ്വർഗത്തിലാണ്. അതെ. അപ്പോൾ എല്ലാ അമ്മച്ചിമാരെയും അപ്പച്ചന്മാരെയും അവരുടെ കഠിനാധ്വാനം, അവരുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ വളർത്തുന്നു. മാതൃക. അവരെ ആദരിക്കുവാനും സ്നേഹിക്കാനും അവരിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനും കർത്താവ് സഹായിക്കട്ടെ. ഇങ്ങനെയൊക്കെ അവസരങ്ങൾ ഉണ്ടാക്കുന്ന ഹല്ലേലൂയ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദയവായി നമ്മുടെ വലിയപ്പച്ചന്മാർക്ക് വേണ്ടി, വലിയമ്മച്ചിമാർക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരെ കരുതാം. കർത്താവ് അവരെയൊക്കെ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്, അവർ നമ്മളെ കരുതി. നമ്മുടെ കുഞ്ഞിലെ അവർ നമ്മളെ എടുത്തുകൊണ്ടുപോയി. എൻ്റെ മമ്മി എനിക്ക് വയ്യാത്തപ്പോൾ ഇവിടുന്ന് മല്ലപ്പള്ളി വരെ കാലിൽ ഞൊണലുള്ളപ്പോൾ എടുത്തുകൊണ്ട് പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ അവരെ എടുക്കണം. കാരണം അവർ നമ്മളെ എടുത്തതുകൊണ്ടാണ് നമ്മൾക്കിന്ന് പല നിലകളിലുമൊക്കെ ആകാൻ കഴിഞ്ഞത്. കർത്താവിൻ്റെ വേലയ്ക്ക് മുഖ്യ സ്ഥാനം കൊടുക്കണം. അതിനുവേണ്ടി എന്തെല്ലാം മാറ്റി വെച്ചാലും അതൊന്നും ഒരു നഷ്ടമല്ല. അത് നമ്മുടെ മാതാപിതാക്കളോടുള്ള ട്രിബ്യൂട്ടാണെന്ന് സത്യത്തിൽ. അതിന് കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.